ഹലോ, പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മല്ലു ടെക്കിസ്. പേര് പോലെ തന്നെ കൂടുതലായും ടെക് വീഡിയോസ് ആയിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇതാണ് ഫസ്റ്റ് വീഡിയോയും ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതൊരു ഡിജിറ്റൽ ക്ലോക്കാണ്. ഇതിൽ ഒബ്വിയസ്ലി ടൈം, ടെമ്പറേച്ചർ, പിന്നെ ഡേറ്റ്, മന്ത്, ഇയർ, ഡേ. ഇത് ഓർഡിനോ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മാനുവലി ടൈമും ഇയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഈ പ്രോജക്റ്റിൻ്റെ സർക്യൂട്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓർഡിനോ യൂനോ. ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ബോർഡാണ്. ഓർഡിനോ IDE വെച്ചാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു 12 വോൾട്ട് എക്സ്റ്റേണൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോൾഡറിങ് എല്ലാം അടിയിൽ കൂടെയാണ് ചെയ്തിരിക്കുന്നത്, കാരണം അത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ഇതാണ് RTC. ഇത് റിയൽ ടൈം ക്ലോക്കാണ്. ഇതൊരു നിശ്ചിത ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്ത് ആ ഓസിലേഷനെ ഡിവൈഡ് ചെയ്താണ് ഇയർ, മന്ത്, സെക്കൻഡ്സ്, മിനിറ്റ് എന്നിവയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെസ്സേജസ് ഡിസ്പ്ലേ വേണ്ടി ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇത് I2C എനേബിൾഡ് ആണ്. താഴെ കാണുന്ന ചെറിയ കമ്പോണൻ്റാണ് I2C. അപ്പോൾ ഇതാണ് ഓവറോൾ കണക്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സർക്യൂട്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് ഈ ബോർഡ് ലാപ്ടോപ്പിൽ കുത്തി പ്രോഗ്രാം വേണ്ടി ഒരു കേബിൾ ഉപയോഗിക്കും. ഇതാണ് കേബിള്. പിന്നെ ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞില്ലേ ഇത് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതിനായിട്ട് നമുക്കൊരു 3 പുഷ് ബട്ടൺസ് ആവശ്യമുണ്ട്. ഇത് പഴയൊരു ഇഞ്ചക്ഷൻ കുക്കറിൽ നിന്ന് എടുത്ത ബോർഡാണ്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള 3 പുഷ് ബട്ടൺസ് ഇളക്കിയെടുക്കണം. അപ്പോൾ ആ പുഷ് ബട്ടൺസ് ബാക്കിൽ സോൾഡർ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്താൽ തന്നെ ആ പുഷ് ബട്ടൺസ് അങ്ങ് ഇളകി വന്നോളും. ഇതേപോലെ ഓരോ ലീഡിലും ജസ്റ്റ് ഇത് വച്ചപ്പോൾ തന്നെ ഒരു സ്വിച്ച് വന്നാണ്ടോ. പിന്നെ അതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെ സ്വിച്ച് ഇതേപോലെ ഇളക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് അതിലൊന്ന് പിടിച്ച് പ്രസ് ചെയ്യുക, ബാക്കിലൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക, സോൾഡർ മെൽറ്റ് ആവും. അപ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് ആ സ്വിച്ചും ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഒരു സ്വിച്ചും കൂടി വേണം. ജസ്റ്റ് പറഞ്ഞ പോലെ അവിടെ ഒന്ന് പിടിക്കുക, ബാക്കിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, സ്വിച്ച് ഹീറ്റാവും, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഈ സ്വിച്ചിൽ ഓരോ 2 ലീഡുണ്ട്. ആ ലീഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി 6 വോൾട്സ് വേണം. അതായത് ഒരു സ്വിച്ചിൽ 2 വയർ വെച്ച് 3 സ്വിച്ചിൽ 6 വയർ. ഇത് നമുക്ക് അതിൻ്റെ ബാക്കും ഫ്രണ്ടും, അതായത് 2 അറ്റവും സ്ട്രിപ്പ് ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കി 5 എണ്ണത്തിൻ്റെയും ഇതേപോലെ സ്ട്രിപ്പ് ചെയ്ത് അതിൻ്റെ എൻഡ് ഒന്ന് സോൾഡർ ചെയ്യണം. ഇതിൻ്റെ എൻഡ് സോൾഡർ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കമ്പോണൻസ് അതിലൂടെ സോൾഡർ ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഈ ഓരോന്നിൻ്റെയും കോപ്പർ എൻഡ് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുന്നത്. ഇതേപോലെ നല്ലോണം സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ഫ്യൂംസ് ഉണ്ടാവും. ഈ ഫ്യൂംസ് എല്ലാവർക്കും അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും നല്ലൊരു മാസ്ക് N95 ഏതെങ്കിലും മാസ്ക് വെയർ ചെയ്ത് സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ സ്വിച്ചിൻ്റെ 2 ലീഡുകളുണ്ടല്ലോ, അത് 2 സൈഡിലോട്ടൊന്ന് ബെൻഡ് ചെയ്ത് വയ്ക്കുക. ബെൻഡ് ചെയ്ത് വയ്ക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിലൊന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്പം സോൾഡർ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വയർ ചെയ്ത് സൂക്ഷിച്ച് കൈ ഒന്ന് ഹീറ്റ് ആവാതെ ആ ഒരു ടിപ്പിലോട്ട് നമ്മൾ ജസ്റ്റ് സോൾഡർ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ സോൾഡർ ചെയ്യണോളും. നിങ്ങളൊരു സോൾഡറിങ്ങിൽ ബിഗിനർ ആണെങ്കിൽ ഒന്ന് സെറ്റായിട്ട് സോൾഡർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒന്നും അറിയാതെ ആകെ അതൊരു മെസ്സായിപ്പോൾ. അപ്പോൾ 2 ലീഡിലും നമ്മൾ ഈ 2 വയർ വെച്ച് സോൾഡർ ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കി 2 സ്വിച്ചിൽ, അതായത് 4 വയർ ഉപയോഗിച്ച് ബാക്കി 2 സ്വിച്ചും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഓർഡിനോയിലോട്ട് കണക്ട് ചെയ്യേണ്ട വയേഴ്സാണ്. സ്വിച്ചൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഓർഡിനോട്ട് നമ്മൾ ഈ സ്വിച്ചൊക്കെ കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് നോക്കിയാൽ കാണാം, ഇതിൽ ഒരുപാട് പിൻസ് ഉണ്ട്. 1 2 3 4 5 അങ്ങനെ. അപ്പോൾ ഞാൻ സർക്യൂട്ട് ഡയഗ്രം ഇതിൻ്റെ ഇടയിലെല്ലാം കൊടുത്തേക്കാം. കണക്ഷൻ പറയാം. ഒരു സ്വിച്ച് എടുക്കുക, അതിൻ്റെ ഒരു കാലെടുത്ത്, അതായത് ഒരു ലെഗ് എടുത്ത് ഓർഡിനോടെ രണ്ടാമത്തെ പിന്നിന് താഴെയായിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഞാൻ സോൾഡർ ചെയ്യുന്നത് എനിക്ക് ജമ്പ് വയേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളതിൽ ജമ്പ് വയേഴ്സ് എന്ന ടൈപ്പ് വയറുണ്ട്, അതാണെങ്കിൽ ഡയറക്റ്റ് എടുത്ത് കണക്ട് ചെയ്യാം. അതില്ലെങ്കിൽ ഇങ്ങനെ സോൾഡർ ചെയ്ത് പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ ഇരുന്നോളും. എന്നിട്ട് ബാക്കി പറയാം, മറ്റേ ലെഗ് ഉണ്ടല്ലോ അതെടുത്ത് ഗ്രൗണ്ടിലും കണക്ട് ചെയ്യുക. അപ്പോൾ ഒരു ലെഗ് എടുത്ത് രണ്ടാമത്തെ പിന്നിലും മറ്റേ ലെഗ് എടുത്ത് ഗ്രൗണ്ടിലും. അതേ സെയിം മെത്തേഡിൽ തന്നെ ബാക്കിയുള്ളത് ഇതിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്വിച്ചില്ലേ, അതിൻ്റെ ഒരു ലെഗ് എടുത്ത് മൂന്നാമത്തെ പിന്നിലും മറ്റേ ലെഗ് എടുത്ത് ഗ്രൗണ്ടിലും. മൂന്നാമത്തെ സ്വിച്ചിൻ്റെ ഒരു ലെഗ് എടുത്ത് മൂന്നാമത്തെ ലെഗിലും മറ്റേത് ഗ്രൗണ്ടിലും. ഓക്കെ, 2 3 4 എന്നാണ്. അപ്പോൾ നമ്മളെ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പ്രോഗ്രാം പെയിൻ ചെയ്യണം. പ്രോഗ്രാം പെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു USB ടൈപ്പ് കോഡ്
അതിൻ്റെ USB പിന്നെ നമ്മൾ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിലൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ഓർഡിനോ ബോർഡ്സും പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഓർഡിനോ IDE. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, കോഡ് പേസ്റ്റ് ചെയ്യുക. കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിലോട്ട് കാണിക്കാൻ പറ്റും കോഡ്. ഇതിൽ 3 ലൈബ്രറി ഉപയോഗിച്ചിട്ടുണ്ട്: RTC library.h, wire.h, liquid crystal. ഇത് 3 കമ്പോണൻസിന് വേണ്ടിയുള്ള ലൈബ്രറീസാണ്. ഈ ലൈബ്രറീസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓവറോൾ കോഡ്. നമ്മൾ ഈ കോഡിന് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാൻ വേണ്ടി മേളിൽ കാണുന്ന ടിക്കാര് പ്രസ് ചെയ്താൽ കമ്പൈലാവും. അപ്പോൾ കമ്പൈലിംഗ് ഡൺ ആയിട്ടുണ്ട്. ഈ കമ്പൈലിംഗ് പ്രോസസ്സും അപ്ലോഡിങ് പ്രോസസ്സും കുറച്ച് ലാഗി ആയിരിക്കും. നമ്മൾ ഈ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ അതങ്ങ് അപ്ലോഡ് ആവും. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് കമ്പൈൽ ആവുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കുറച്ച് ടൈം കൺസ്യൂം എന്നൊരു പ്രോസസ്സാണ്. എൻ്റെ സിസ്റ്റം കുറച്ച് ലാഗി ആയതുകൊണ്ട് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കോഡ് സക്സസ്ഫുള്ളി കമ്പൈൽ ആവുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. കഴിയാറായി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടി കറണ്ട് പോയിട്ടുണ്ട്. ബാക്കി വീഡിയോസൊക്കെ നമ്മൾ ഇരുട്ടത്തിരുന്നതാണ്. ഇപ്പോൾ കോഡ് അപ്ലോഡിങ് ഡൺ ആയിട്ടുണ്ട്. നമ്മൾ ഇരുട്ടത്ത് ഡിസ്പ്ലേയിലോട്ട് നോക്കിയാൽ ടൈം കാണിക്കും, ടെമ്പറേച്ചർ കാണിക്കും. ടെമ്പറേച്ചർ 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല ഇരുട്ടത്ത് കാണാൻ നല്ല രസമുണ്ട്. ഗ്രീൻ, യെല്ലോ, റെഡ് ലൈറ്റ്സൊക്കെ. അപ്പോൾ നമ്മൾ ടൈം കാണിക്കുന്നുണ്ട്. ടൈം 20:51, അതായത് 8:51 18 സെക്കൻഡ്. ടെമ്പറേച്ചർ 31.50 ഡിഗ്രി സെൽഷ്യസ്. ഡേറ്റ് 30/4/2026. ഇതിൽ നമ്മൾ 3 ബട്ടൺസ് വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിപ്പോൾ പ്രസ് ചെയ്തിരിക്കുന്നത് സെറ്റ് ബട്ടണാണ്. സെറ്റ് ബട്ടൺ മാറി മാറി പ്രസ് ചെയ്ത് നമുക്ക് മന്ത്സ്, ഇയർ, ഡേറ്റ്, ടൈം എല്ലാം മാറ്റാൻ പറ്റും. സെറ്റ് പ്രസ് ചെയ്തതിന് ശേഷം രണ്ടാമത് സ്വിച്ച്, അത് അപ്പ് സ്വിച്ചാണ്. നമ്മളത് പ്രസ് ചെയ്താൽ ഡിജിറ്റ്സ് മുകളിലോട്ട് കൗണ്ട് ചെയ്യും. അത് പ്രസ് ചെയ്യുന്നു. ഇത് ഡൗൺ സ്വിച്ചാണ്, ഞാൻ ഈ രണ്ടാമത് പ്രസ് ചെയ്തത്. അപ്പ് സ്വിച്ച് ചെയ്താൽ ഓരോ ഡിജിറ്റ്സ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. ഡൗൺ സ്വിച്ച് ചെയ്താൽ ഓരോ ഡിജിറ്റ്സ് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. കറണ്ട് പോകുന്നതുകൊണ്ട് നല്ല ഈസിയുണ്ട്. അതായപ്പോൾ കറണ്ട് വന്ന് വീഡിയോ ഇപ്പോൾ സെറ്റാക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു ബാറ്ററി സോഴ്സ് അല്ലാതെ ഡയറക്റ്റ് പവർ സോക്കറ്റിൽ നിന്ന് കറണ്ട് എടുത്താൽ കറണ്ട് പോകുമ്പോഴത്തെ ടൈം റീസെറ്റ് ആവുമെന്നുള്ള ചോദ്യം വരും. പക്ഷേ എന്നാൽ റീസെറ്റ് ആവില്ല. ഈ RTC മോഡുകളിൽ ഈ ബാറ്ററി ആ ഒരു ടൈം ഓസിലേഷൻ കറണ്ട് പോയാലും ബാക്കപ്പിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറണ്ട് പോയാലും ഇതിൽ ടൈം ഒരിക്കലും റീസെറ്റ് ആവില്ല. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ മെസ്സേജ് കിടക്കുന്ന എല്ലാ സർക്യൂട്ടും നല്ലൊരു ബോക്സിലാക്കി ഒതുക്കി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇത് പഴയ ഒരു റിംഗ് ബെല്ലില്ലേ, അതിൻ്റെ ഒരു ബോക്സാണ്. ഞാൻ സൈഡിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് ഓണോ സ്വിച്ച് ഇൻസെർട്ട് ചെയ്യേണ്ടതാണ്. ഇതേപോലെ പയ്യെ ഓണോ സ്വിച്ച് ഇൻസെർട്ട് ചെയ്ത് പ്രസ് ചെയ്താൽ അത് അവിടെ അങ്ങനെ ഇരുന്നോളും. വേറെ നമ്മൾ ഗ്ലൂ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കുക, ഈ കമ്പോണൻസുകൾ അതിൽ ഫിറ്റ് ആകുന്നുണ്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്കിത് മൊത്തത്തിലൊന്ന് ഗ്ലൂ ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും ഓർഡിനോയും I2C ഡിസ്പ്ലേയും RTC നല്ല രീതിയിൽ തന്നെ അതിലൂടെ ഫിക്സ് ആവുന്നുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് റഫായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ കാണാൻ ഇതേപോലെ ലുക്ക് ഉണ്ടാവും. അതിൽ യൂസ് ചെയ്യുന്നത് വേറൊരു ഗ്ലൂ സ്റ്റിക്കാണ്. മണ്ടലത്തെ സ്വിച്ച് ബട്ടൺസ് ഫ്ലെക്സ് ക്യൂക്കും വെച്ച് ഒട്ടിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത്. നമ്മളതിൽ എക്സ്റ്റേണലായിട്ട് ഒരു പവർ കൊടുക്കാനുണ്ട്. അതിനായിട്ടൊരു 5 വോൾട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ളൊരു USB ടൈപ്പ് പിൻസ്. അതിൽ വൈറ്റ് കളർ ഗ്രൗണ്ടും റെഡ് കളറുമാണ് VCC. അതിൽ ബാക്കി വരുന്ന ഡാറ്റ പിൻസായ ഗ്രീനും ബ്ലാക്ക് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിതിന് കട്ട് ചെയ്ത് കളയുന്നു. മുറിയുന്നതുമില്ല. അപ്പോൾ ഓക്കെ, നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് അതിനിട്ട് VCCയും ഗ്രൗണ്ടും നമുക്ക് ബോർഡിലോട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിൽ റെഡ് വയർ, ഇതാണ് സ്വിച്ചിൽ 2 വയേഴ്സ്. ഇതിലിങ്ങനെ സ്വിച്ചിലിങ്ങനെ പൊളാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്നത് VCC സ്വിച്ചിൻ്റെ ഒരു കാലിലോട്ടങ്ങ് ചുറ്റി കൊടുക്കുക. ജസ്റ്റ് സൂം ചെയ്യാൻ നിങ്ങൾ കാണുന്നെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് അതങ്ങ് ചുറ്റി കൊടുക്കുക. ചുറ്റുമ്പോൾ ഒന്ന് നല്ല രീതിയിൽ ചുറ്റുക. വേറെ നമ്മൾ എക്സ്റ്റേണലായിട്ട് സോൾഡറും കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല. ജസ്റ്റ് റഫായിട്ടൊന്ന് ചുറ്റി ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് വയ്ക്കുന്നതേ ഉള്ളൂ. പിന്നെ സ്വിച്ചിൻ്റെ മറ്റേ ലെഗ് അത് നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഓർഡിനോ ബോർഡിൻ്റെ VCCയിൽ ശ്രദ്ധിച്ചാൽ അതിൽ മൾട്ടിപ്പിൾ കണക്ഷൻസ് ചെയ്തിരിക്കും. അതിൽ 5 വോൾട്ട് അല്ലെങ്കിൽ VN ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ കൊടുത്തിട്ട് 5 വോൾട്ട് എന്ന പിന്നിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിരുന്നാൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, കുത്തുമ്പോൾ ഹോൾ മാറാൻ നോക്കുക, എനിക്ക് ബോർഡ് കഴിഞ്ഞു. വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ മറ്റേ ലീഡ്
മറ്റേ ലീഡ് മസ്റ്റ് ബി ഗ്രൗണ്ട്. അതെടുത്ത് ആ ഗ്രൗണ്ടിലോട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഗ്രൗണ്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലോട്ട് ആ ഒരു വയറങ്ങ് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ 5 വോൾട്ട് അഡാപ്റ്റഡ് സോക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ട് തന്നെ ചൂസ് ചെയ്യണം, കാരണം എക്സ്റ്റേണലി കൊടുക്കുമ്പോൾ 5 വോൾട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. 12 വോൾട്ട് ജാക്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. ആ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ കുറച്ച് മിനുക്ക് പണികളോട് ബാക്കിയുണ്ട്. ഈ ബോർഡൊന്ന് ജസ്റ്റ് ഉള്ളിലുള്ളതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു പീസ് കാർഡ്ബോർഡ് സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കിയെന്നുള്ളൂ വർക്ക് ആവുന്നോ ഇല്ലയെന്നൊക്കെ. ഓക്കെ, പെർഫെക്റ്റ്ലി വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ഈ ബോർഡ് ഫ്ലെക്സി വെച്ച് ഒട്ടിച്ചിട്ട് ബാക്കി ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് നമ്മളെ RTC ക്ലോക്ക് അല്ലെങ്കിൽ ഓറിജിനൽ ക്ലോക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതൊരു ഫൈനൽ പ്രോഡക്റ്റാണ്. ജസ്റ്റ് ഞാൻ ഒരു ഭിത്തിയിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ജസ്റ്റ് അതിനൊന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉറപ്പിക്കുന്ന സമയത്ത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ടൈമെല്ലാം ഓടുന്നുണ്ട്, ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. മാനുവൽ സ്വിച്ചസ് ഒക്കെ വർക്കിംഗ് ആണ്. ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഹവർ, മിനിറ്റ്, ഇയർ ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കുഞ്ഞ് ടെക് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പരിപാടി ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും. എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ടെക് വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ടും ആ കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഓക്കെ, ബൈ.